ദുര്യോധനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലയോ ദുര്യോധന, ഞാൻ തനിച്ചാണ് എന്ന് നീ കരുതുന്നു. അതുകൊണ്ട് ആണല്ലോ നിനക്ക് എന്നെ ബന്ദിയാക്കുവാൻ കഴിയുമെന്ന് നീ കരുതുന്നത്. എന്നാൽ കണ്ടോളൂ ദുര്യോധന, ഇവിടെ തന്നെയുണ്ട് പാണ്ഡവരും വൃഷ്ണികുലവും. ഇവിടെ തന്നെയുണ്ട് സൂര്യചന്ദ്രന്മാരും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും മറ്റ് ദേവതകളും വസുക്കളും മഹാഋഷിമാരും. ഇത്രയും പറഞ്ഞ് ശ്രീകൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. കേശവൻ നിന്ന സ്ഥലത്ത് തുടക്കമോ ഒടുക്കമോ കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു ഭീമാകാരമായ രൂപം കാണപ്പെട്ടു. ആ രൂപത്തിന് ഇരുവശത്തുമായി 30 ദേവതകൾ പ്രത്യക്ഷപ്പെട്ടു. ഇടിമിന്നൽ രൂപപ്പെട്ടു. ആ രൂപം തീ പോലെ കത്തിജ്വലിച്ചു നിന്നു. കേശവന്റെ വിരാട സ്വരൂപത്തിന്റെ നെറ്റിയിലായി ബ്രഹ്മദേവനും ഹൃദയഭാഗത്തായി പരമേശ്വരനും കാണപ്പെട്ടു. അഷ്ടദിക് പാലകർ അദ്ദേഹത്തിന്റെ കൈകളിലായി കാണപ്പെട്ടു. ആ രൂപത്തിന്റെ വായിൽ നിന്നും പ്രപഞ്ചത്തെ തന്നെ ദഹിപ്പിക്കുവാൻ ശക്തിയുള്ള അഗ്നി ആവിർഭവിക്കുന്നതായി കണ്ടു നിന്നവർക്ക് തോന്നി. ആദിത്യനും ഇന്ദ്രനും അശ്വിനി ദേവന്മാർക്കും മറ്റ് ദേവന്മാർക്കും യക്ഷന്മാർക്കും ഗന്ധർവന്മാർക്കും രാക്ഷസന്മാർക്കുമെല്ലാം കേശവന്റെ വിരാട രൂപത്തിൽ സ്ഥാനമുണ്ടായിരുന്നു. കേശവന്റെ വലതു കൈയിലായി ധനഞ്ജയൻ അർജുനനും ഇടതു കൈയിലായി കലപ്പയേന്തിയ ബലരാമനെയും കണ്ടു. കേശവന്റെ പിറകിലായി യുധിഷ്ഠിരനെയും ഭീമനെയും നകുല സഹദേവന്മാരെയും കണ്ടു. ആയുധധാരികളായ അന്തകന്മാരും വൃഷ്ണികുല വീരന്മാരും പ്രദ്യുമ്നനും വിരാട രൂപത്തിന് മുന്നിലായി കാണപ്പെട്ടു. ആ വിശ്വരൂപത്തിൽ കേശവന്റെ ശംഖായ പാഞ്ചജന്യവും സുദർശന ചക്രവും കൗമോദകി എന്ന ഗദയും ശാരംഗ എന്ന വില്ലും നന്ദകം എന്ന വാളും എല്ലാം തെളിഞ്ഞു വന്നു. ആ രൂപത്തിന്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും കാതുകളിൽ നിന്നും തീയും പുകയും പുറത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവരും ഭയന്നു. ആ രൂപത്തിൽ നിന്നും സൂര്യ തേജസ് പുറത്തേക്ക് ആവിർഭവിച്ചു. കേശവന്റെ ഈ ഭയാനകമായ രൂപം കണ്ട് കുരുസഭയിലിരുന്നവർ പേടിച്ച് വിരണ്ട് കണ്ണുകളടച്ചു. ഭീഷ്മരും ദ്രോണരും വിദുരരും സഞ്ജയനും ഋഷിമാരും കൈകൾ കൂപ്പി ആ രൂപത്തെ പ്രണമിച്ചു. ഈ സമയം ആകാശത്തു നിന്നും ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും വാദ്യഘോഷങ്ങൾ മുഴക്കുകയും ചെയ്തു. ഇതേ സമയം എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത അന്ധനായ ധൃതരാഷ്ട്രർ അടുത്തിരുന്നവരോട് ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഈ ഭീകരമായ ശബ്ദം? എന്താണ് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാലും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എവിടെ നിന്നുമാണ് ഈ ഇടിമുഴക്കം കേൾക്കുന്നത്? എവിടെ നിന്നുമാണ് ഈ വാദ്യഘോഷങ്ങൾ മുഴങ്ങുന്നത്? ഭഗവാന്റെ വിശ്വരൂപ ദർശനമാണ് എല്ലാവരും കാണുന്നത് എന്ന് സൂചന കിട്ടിയ ധൃതരാഷ്ട്രർ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, കേശവ, ഈ ഉള്ളവനും കാണണം അങ്ങയുടെ ദിവ്യരൂപം. അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നാലും. ധൃതരാഷ്ട്രരുടെ അകക്കണ്ണിൽ കൃഷ്ണന്റെ വിശ്വരൂപം തെളിഞ്ഞു. എല്ലാവരും കണ്ട ഭഗവാന്റെ വിരാട രൂപം ധൃതരാഷ്ട്രരും കണ്ടു. ആനന്ദത്താൽ കരഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, മതി കേശവ, മതി. എനിക്ക് നീ അന്ധത തിരിച്ചു നൽകിയാലും. അങ്ങയുടെ വിശ്വരൂപം കാണുവാൻ ഭാഗ്യം ലഭിച്ച ഈ കണ്ണുകൾക്ക് ഇനി മറ്റൊന്നും തന്നെ കാണണ്ട. എന്റെ കണ്ണുകളിലൂടെ ഞാൻ ആദ്യമായും അവസാനമായും കണ്ട കാഴ്ച അങ്ങയുടെ ഈ ദിവ്യരൂപം മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രൂപം കാണുവാൻ പുണ്യം ലഭിച്ച എന്റെ കണ്ണുകൾക്ക് ഇനി മറ്റൊന്നും തന്നെ കാണണ്ട കേശവ. എന്റെ കണ്ണിൽ നീ ഇരുട്ട് നിറച്ചാലും. ധൃതരാഷ്ട്രരുടെ ദിവ്യദൃഷ്ടി നഷ്ടമായി. കൃഷ്ണൻ തന്റെ മനുഷ്യരൂപം വീണ്ടും സ്വീകരിച്ചു. എന്നിട്ട് സഭയിലുണ്ടായിരുന്ന ഋഷിമാരെ പ്രണമിച്ച് അവരുടെ സമ്മതത്തോടെ അദ്ദേഹം കുരുസഭ വിട്ട് ഇറങ്ങിപ്പോയി.